പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സൗണ്ട് കേൾക്കാമല്ലോ ഭാഷ? കേൾക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് കർത്താവിന്റെ അവസരം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രിയ കർത്താവിന്റെ ദാസൻ ലീഡിയെന്ന കർത്താവിന്റെ ദാസൻ, പ്രിയ എന്നെ പരിചയപ്പെടുത്തിയ പ്രിയ ആന്റി, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തുള്ളതായ നിസ്തുല്യമായ സ്നേഹോന്നതത്തെ അറിയിക്കുന്നു. ദൈവഭാഗം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് എനിക്ക് ഒരു അവസരം നൽകിയതിനായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആമേ ഹല്ലേലൂയ, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മുടെ മേലെല്ലാം ദൈവം പകർന്ന് കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി ആമേ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇവിടെ ഇപ്പോൾ രാവിലെ സമയമാകുന്നു. നാട്ടിലിപ്പോൾ ഏകദേശം 6 മണിയാകുന്നു. അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു വൈകിട്ടാണ് തോന്നുന്നു. സ്തോത്രം. ഇവിടെ ഞങ്ങളിപ്പോൾ 5 മണിയാകുന്നു. സ്തോത്രം. ഈ യുഎയുടെ പ്രദേശത്ത് 92 മുതൽ ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ കൃപയാൽ വരുവാനും ജോലികളുടെ ബന്ധത്തിലായിരിക്കാനും കർത്താവിന്റെ വേലയിലായിരിക്കാനും കർത്താവ് സഹായിച്ചു. ചർച്ച് ഓഫ് ഗോഡിലുള്ള ബന്ധത്തിൽ ഈ ദേശത്ത് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ എത്രത്തോളം വേല ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അനുഗ്രഹമായ ഒരു ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഞങ്ങൾക്കുണ്ട്. സ്തോത്രം. മോന് കാനഡയിൽ പഠിക്കുന്നു. മോള് രാജസ്ഥാനിൽ ഫിസിയോതെറാപ്പി കോഴ്സ് എടുത്ത് അവള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി നാം ദൈവത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ കൃപ ഒന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അങ്ങനെയുള്ള ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ ദൈവം നമ്മെ ഇത്രത്തോളം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അതിന്റെ കാരണം അവൻ നമ്മെ പിടിച്ചത് കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, നാം അവനെ പിടിച്ചതല്ല, കർത്താവ് നമ്മെ പിടിച്ചതാണ്. സ്തോത്രം. ഈ കർത്താവ് നമ്മെ പിടിച്ചത് കൊണ്ട് അനവധിയായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഈ ലോകത്തിൽ നമ്മുടെയും അനേകരുടെ ജീവിതത്തിലും ആഞ്ഞടിച്ചപ്പോൾ അവിടെയെല്ലാം നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിച്ച് നമ്മളെ അത്ഭുതവും അതിശയകരമായ നിലയിൽ ഇത്രത്തോളം കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഇടയാക്കി. ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞാൻ അല്പസമയം ദൈവചിന്തയ്ക്കായിട്ട് സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. ഒരു നിമിഷം പ്രാർത്ഥന. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ നൽകപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനം ജീവനും ചൈതന്യവും വരുത്തുന്നതാണല്ലേ കർത്താവേ. അസത്യപഞ്ചകളെ തുളച്ചു ചെല്ലുന്നതാണല്ലേ കർത്താവ്. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും അനുഗ്രഹമായി ആമേ ഹല്ലേലൂയ ഞങ്ങൾക്ക് നന്മയാക്കി കർത്താവ് തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങൾ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇവിടെ നിൽക്കേണ്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിന് ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനം, ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആമേൻ നമ്മൾ ഇന്ന് വായിക്കുകയും ദിനംതോറും നമ്മൾ ധ്യാനിക്കുകയും ചെയ്ത ഈ ദൈവത്തിന്റെ വചനം ശുദ്ധി ചെയ്തതാണ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് യാതൊരു കീടങ്ങളും ഇല്ലാതെ വണ്ണം ദൈവം അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമായ നിലയിൽ കർത്താവ് നമുക്ക് നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ വചനം നമ്മൾ വായിക്കുകയും നമ്മളതിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ദൈവത്തിന്റെ വിടുതൽ നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അത് മാത്രമല്ല, നമ്മുടെ ദൈവമായ കർത്താവ് പറയുകയാണ്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയമായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ ലോകത്തെ പലയിടങ്ങളിൽ ജീവിക്കുന്നു, നമ്മളെ പല സാഹചര്യങ്ങളിൽ ആയിരിക്കുന്നു. ആമേ സ്തോത്രം. പല ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് പരിചയമായി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തെ നാം പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഈ ദൈവമായ കർത്താവ് നമുക്ക് പരിചയമായി നിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനേക ദുർഘടമേടുകളിലും പ്രതിസന്ധികളിലും നമുക്ക് നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇന്ന് രാത്രി നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൽ നമ്മൾ പൂർണ്ണമായി ആമേൻ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആ ദൈവികമായ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അവസാനത്തെ വാക്യം,
കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പരിചയായ കർത്താവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, നമ്മുടെ പരിചയായ കർത്താവിൽ നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമുക്കായി പുറപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങ് ദൈവത്തിന്റെ വചനവും ചുമ്മാ എഴുതി വെച്ചതല്ല. ആ വചനത്തിലെല്ലാം ദൈവികമായ ഉദ്ദേശങ്ങളും ദൈവത്തിന്റെ വാക്തത്വങ്ങളുമുണ്ട്. അത് ഇന്ന് ആമേൻ ആമേൻ നമ്മൾ ഏത് സമയങ്ങളിൽ ഏത് അവസ്ഥയിലായിരിക്കും എന്നുള്ള ദൈവത്തിന്റെ വിഷയമല്ല. നമ്മളത് പൂർണ്ണമായി ആ വചനം ഏറ്റെടുത്ത് ആമേൻ ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. കാരണം നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് പരിചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ ആശ്രയിക്കുന്നവർക്ക്, ഈ ലോകപ്രകാരം ജീവിച്ച് നടക്കുന്നവർക്കല്ല, ഈ ലോകത്തിലെ ഇഷ്ടപ്രകാരം ഓടുന്നവർക്കല്ല, ഹാല്യ തിരക്കുകളിൽ കൂടെ ജീവിക്കുന്നവർക്കല്ല, പിന്നെയോ ഹല്ലേലൂയ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയം വെച്ച് ഒരു ദൈവവേദനായി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ അവൻ നമുക്ക് ഒരു പരിധിയായി നിൽക്കുവാൻ ഇടയായി തീരും. ഇവിടെ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ അവന്റെ ശക്തി അവനോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ ശക്തി ആർക്കു വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ്? അവനിൽ ആശ്രയിക്കുന്ന ദൈവജനത്തിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. ആമേൻ. അവന്റെ സന്നിധിയിലെ ശക്തി നമുക്ക് വേണ്ടിയും ഈ സമയം നമുക്ക് വേണ്ടി അത് പുറപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. അവനിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തി നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ളതല്ല, അതിനപ്പുറമായ ദൈവിക ശക്തിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ പത്രോസ് സാക്ഷ്യം പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, ഹല്ലേലൂയ മരണം അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. മരണം അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ പൂർണ്ണമായി നമ്മൾ ആശ്രയിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ പത്രോസ് വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവിനെ മരണം പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ പൊട്ടിച്ച് ഹല്ലേലൂയ. നമ്മളെല്ലാവരും മരിക്കേണ്ടവരാ. പക്ഷേ നമ്മൾ ആ കർത്താവിന്റെ സമയത്തിന് മുമ്പ് നമ്മെ മരിപ്പിക്കുവാനും നമ്മെ ഖണ്ഡിപ്പിക്കുവാനും നമ്മെ പ്രതിസന്ധിയിലാക്കുവാനും വേണ്ടി ശത്രുവായവൻ നമുക്കെതിരെ വെല്ലുവിളി ഉയർത്തി മുൻപോട്ട് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഇന്ന് നാം നമ്മുടെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ഹല്ലേലൂയ. കാരണം നമ്മുടെ കർത്താവ് നമുക്ക് പരിചയമാണ്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ചിലരോടെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്ന് വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പരിചയമായി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നീ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും, ഏത് അവസ്ഥയിലൂടെയാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിലും, ഹല്ലേലൂയ, നീ ആശ്രയിക്കുന്ന ദൈവം ഹല്ലേലൂയ അവൻ വെറും പടത്തിൽ കാണുന്ന ദൈവമല്ല, അവൻ ഒരു ബിംബമായി വെളിപ്പെട്ടു വരുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം പരിധിയായി ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം മാത്രമല്ല, അവന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്കറിയാം, കർത്താവ് തന്നെ ആമേ സുവിശേഷത്തിൽ ഹല്ലേലൂയ ഒരു കുരുടനായ ഒരു മനുഷ്യനെ ഹല്ലേലൂയ കർത്താവിന്റെ മുമ്പിലേക്ക് പരീശന്മാരെല്ലാം പിടിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അവര് ചോദിച്ചു, ഈ മനുഷ്യന്, ഈ വ്യക്തിക്ക് ഈ അവസ്ഥ ഉണ്ടായത് തന്നെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ? ഹല്ലേലൂയ. എന്നാൽ നോക്കിയേ, ഹല്ലേലൂയ കർത്താവ് അവരോട് അനുകൂലമായി നിന്ന് സംസാരിക്കാതെ കർത്താവ് ആ വ്യക്തിക്ക് വേണ്ടി പരിചയമായി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കർത്താവിന്റെ മറുപടി എന്തായിരുന്നു? അവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തുകൊണ്ടല്ല, അവനിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് പരിചയമായി നിൽക്കുമ്പോൾ നമുക്ക് ലോകത്തിന് അനുകൂലമായി നമ്മെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ലോകത്തിലെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. പിശാചിന്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് നമ്മെ വിട്ടുകൊടുക്കുന്ന ദൈവത്തെയല്ല നാം സേവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി അനുകൂലമായി നിൽക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഏതെല്ലാം പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ അവിടെയെല്ലാം ഹല്ലേലൂയ നമുക്ക് വേണ്ടി അനുകൂലമായി നിൽക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവിനെ കൊടുക്കുവാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, ആ സാഹചര്യത്തിൽ ദൈവം നമ്മുടെ കർത്താവ് അവരോട് അനുകൂലമായി സംസാരിക്കാതെ ഇങ്ങനെ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, അവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തതുകൊണ്ടല്ല, പിന്നെയോ അവനിൽ ദൈവ പ്രവർത്തി വെളിപ്പെടേണ്ടതിനത്രേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് പോകുന്ന ഓരോ പരിശോധനകളും, നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ പ്രതിസന്ധികളും, അതിന്റെ ഉള്ളിലെ ദൈവത്തിന്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? നമ്മുടെ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മൾ നിറവേറി വരുവാനാണ്. ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ കഴിയുമോ? രാവിലെ കാലം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഉടാരാമന ശാന്തരെ തുടാജകലകക്ഷസ്യ അർത്ഥനാരഘടക സന്തരാധിനിയാരഘടകസ്യ. നിനക്ക് പരിചയമായി ആരുമില്ലെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ, നിനക്ക് ആശ്രയമായി ആരുമില്ലെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്ന് വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, നീ അവനിൽ ആശ്രയിക്കൊണ്ട് നിനക്ക് പരിചയമായി ദൈവം നിൽക്കുവാൻ തക്കവിടമിടയായി തീരും. ഹല്ലേലൂയ. നോയിക്കേ, ആമേൻ, ആ മനുഷ്യനെ ആമേൻ കൊടുക്കുവാൻ വേണ്ടി കർത്താവിനോട് ചോദിച്ച് പരിശ്രമിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ കുരുടനായ മനുഷ്യന് വേണ്ടി അനുകൂലമായി നിന്നുകൊണ്ട് അവന് വേണ്ടി സംസാരിക്കുവാൻ തക്കവിടമിടയായി തീർന്നു. ഹല്ലേലൂയ. സംസാരിക്കുക മാത്രമല്ല, അവരെ ലജ്ജിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ഹല്ലേലൂയ. അവരുടെ ബുദ്ധിയിൽ ചിന്തിച്ച രീതിയിലല്ല കർത്താവോട് പ്രവർത്തിച്ചത്. അവര് വിചാരിച്ചു ഇപ്പോൾ കർത്താവിന്റെ കൈ അവന്റെ രണ്ട് കണ്ണിന്മേലും തൊട്ട് അവനെ സൗഖ്യമാക്കുന്നതാണ് അവർ ചുറ്റും നിന്ന് വിചാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. ഹല്ലേലൂയ. നമ്മുടെ പരിചയായ ദൈവം നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ബുദ്ധിക്കും അപ്രമായ പ്രവൃത്തിയാണ് കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എന്താണ് ചെയ്തത്? അല്പം ചേറെടുത്ത് അതിൽ തുപ്പി, ഹല്ലേലൂയ, അതിന്റെ രണ്ട് കണ്ണിന്മേലും തേച്ചു കൊടുക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവം അനുവദിച്ച ചില പരിശോധനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, ലോകക്കാർ നമ്മളെ നിന്ദിക്കത്തക്കവണ്ണം, ലോകക്കാർ നമ്മളെ പഴി പറയത്തക്കവണ്ണം, നമ്മുടെ ജീവിതത്തിൽ ദൈവമുണ്ടോ എന്ന് ചോദിക്കത്തക്കവണ്ണം പലപരമായ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കർത്താവ് പരിചയായ ദൈവം നമ്മളോട് കൂടെ ഉണ്ടോ. പക്ഷേ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ പരിചയായ ദൈവം നമ്മളോട് കൂടുണ്ട്. ഹല്ലേലൂയ. അവന്റെ പ്രവൃത്തി നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾക്ക് അപ്പുറമാണ്. ഹല്ലേലൂയ. ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് സഹോദരനെ, നമ്മൾ ചിന്തിക്കാത്ത നിലയിലൂടെ ഒരു ദൈവിക പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയെങ്കിൽ ഇതിനകത്തുനിന്ന് ദൈവനെ കേൾക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കാത്ത, നിങ്ങൾ വിചാരിക്കാത്ത ചില മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു ദൈവിക പ്രവൃത്തി ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നീ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന പോലല്ല, നീ അത് വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലല്ല, അതിനപ്പുറമായ ദൈവിക പ്രവൃത്തി നിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, കർത്താവിന്റെ നിൽക്കുമ്പോൾ ഒരു സൈഡിൽ പരീക്ഷന്മാരും കർത്താവിനെ വിമർശിക്കുവാൻ നിൽക്കുന്ന ഒരു കൂട്ടം ജനം, മറുഭാഗത്ത് കണ്ണു കാണുവാൻ കഴിയാതെ നിൽക്കുന്ന കുരുടനായ ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ഒരു ജനസമൂഹം മുഴുവൻ അവിടെ നിൽക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അവന് പരിധിയായി നിന്നുകൊണ്ട് അവന്റെ കണ്ണിന് കാഴ്ച കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ചെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് ദൈവം ചില പ്രത്യേക കാഴ്ചകൾ, ചില പ്രത്യേക വിടുതലുകൾ കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസം? ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ഇന്ന് ഈ സമയവും ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുമ്പോൾ, അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് വിടുതലായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവിക ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ലൂക്കോസ് 4-ാം അധ്യായം അതിന് 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. ഹല്ലേലൂയ. നമ്മള് പലവിധമായ കാര്യങ്ങൾക്ക് പോകുവാൻ നാട്ടിലായിരിക്കുമ്പോൾ രാവിലെയാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. സ്തോത്രം. എന്നാൽ ഈ രാവിലെ കാല സമയം നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമ്മുടെ കണ്ണ് അവങ്കൽ പതിയണം. ഹല്ലേലൂയ. ഇന്ന് അനേകർക്ക് അതിനുള്ള സമയമില്ല. നമ്മുടെ കണ്ണ് അവങ്കിലേക്ക് പതിയുവാനുള്ളതായ ഒരു നമുക്കുള്ള സമയമില്ല. കാരണം എന്താണ്? നമ്മൾ പലവിധമായ തിരക്കുകളിൽ നമ്മളായി പോകുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുകയാണ്, നമ്മുടെ കണ്ണ് അവെല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിയുവാൻ തക്കവിടമിടയായി. ഹല്ലേലൂയ. അതിന്റെ കാരണം എന്താണ്? അവന്റെ വായിൽ നിന്ന് വീഴുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം അവർ ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. അവൻ എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിയുക മാത്രമല്ല ചെയ്തത്,
അവന്റെ വായിൽ നിന്ന് വീഴുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം അവൻ എല്ലാവരും ആശ്ചര്യപ്പെടുവാൻ തക്കവിടമിടയായി തീർന്നു. ദൈവമക്കളെ, ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ മനുഷ്യരുടെ വാക്കുകൾ നമ്മെ നിരാശപ്പെടുത്തും. ഹല്ലേലൂയ. ചുറ്റുപാടുകൾ നോക്കുമ്പോൾ അത് നമ്മെ നിരാശപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഈ മിഡിൽ ഈസ്റ്റിലെ ഈ ദിവസങ്ങളുണ്ടായിരിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഓർക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ പലരും അങ്കലാപ്പിലാണ്. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. സ്തോത്രം. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഈ ലോകം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ചുറ്റുപാടുകൾ നമ്മെ നിരാശപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട ദൈവമേ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, നമ്മുടെ കണ്ണെല്ലായ്പ്പോഴും അവങ്കൽ പതിഞ്ഞിരിക്കുവാൻ തക്കവണ്ണമിടയായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ ദൃഷ്ടി ഒരിക്കലും കർത്താവിൽ നിന്ന് മാറിപ്പോകരുത്. കാരണം നമ്മുടെ കർത്താവാണ് നമ്മുടെ പരിച. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ, അവൻ നമ്മെ കരുതിയെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, അവരുടെ കണ്ണ് അവന്റെ മേൽ പതിയുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ആമേൻ ദൈവത്തിന്റെ മുൻപാകെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവന്റെ വാക്കിൽ അവന്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുവാൻ തയ്യാറാകുന്നെങ്കിൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ദിവസങ്ങൾ കഴിയുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അത് മനുഷ്യർ തരുന്ന വിടുതലല്ല, ഡോക്ടർമാർ തരുന്ന വിടുതലല്ല. ഹല്ലേലൂയ. മരുന്ന് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വിടുതലല്ല. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറമായ ഒരു ദൈവിക വിടുതൽ ആമേൻ നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. നോക്കിയേ, സ്തോത്രം. അവൻ എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിയുവാൻ തക്കവണ്ണമിടയായി തീരും. നമുക്ക് അവന്റെ വായിൽ വരുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം എല്ലാവരും ആശ്ചര്യപ്പെട്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് ദൈവവചനത്തെക്കാൾ അപ്പുറമായി വേറെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്നവരായി നമ്മൾ വിധിക്കുന്നുണ്ടോ? ആമേൻ ഹല്ലേലൂയ. മറ്റുള്ള ഏതെങ്കിലും ഇല്ലാണോ നമ്മുടെ ആശ്രയം ഇരിക്കുന്നത്? അങ്ങനെ ആ രീതിയിൽ ആശ്രയിച്ചാൽ നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് ആമേൻ നമ്മളെ വിടുവിച്ച ദൈവത്തിലും ആ കർത്താവിലും അവന്റെ ലാവണ്യ വാക്കുകളിലും നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അവന്റെ ആ വാക്കുകൾ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവിക വിടുതൽ നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ ഹല്ലേലൂയ. ഞാൻ വായിച്ച ആമേൻ ഭാഗത്തേക്ക് കടന്നു വരട്ടെ. ദൈവമക്കളെ, രണ്ട് കൂട്ടർ ആമേൻ കണ്ണു കാണാൻ വയ്യാത്ത മനുഷ്യൻ, കുടനായ മനുഷ്യനും ആ ഒരു സമൂഹം ജനവും ഇവിടെ നിൽക്കുമ്പോൾ അവിടെ നടുവിൽ അവിടെ ആ ചിന്തയ്ക്കും ആമേൻ വിചാരങ്ങൾക്ക് അപ്പുറമായ ദൈവപ്രവൃത്തി കർത്താവ് അവിടെ വെളിപ്പെടുത്തുവാനിടയായി. സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദേശം നിന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ ചുറ്റുപാടുകൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിനക്ക് എന്ത് ഭവിക്കുമെന്ന് നിന്റെ കൂടെയുള്ളവർ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഹല്ലേലൂയ വിളിച്ചു പറയുകയാണ്, അവരുടെ മധ്യത്തിൽ നിന്നെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവമുണ്ട്. നിന്നെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവ പ്രവൃത്തി അവനിൽ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ കർത്താവ് അവനെ സൗഖ്യമാക്കുവാൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവനെ വിടുവിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ മനുഷ്യന്റെ ചിന്താഗതിക്കനുസരിച്ചല്ല അവനെ വിടുവിക്കുവാൻ ദൈവം തീരുമാനിച്ചത്. ഹല്ലേലൂയ. അവന് ചിന്തിക്കാത്ത നിലയിൽ ആമേൻ കർത്താവ് അവന് വേണ്ടി പ്രവർത്തിച്ച് കുളത്തിൽ പോയി നിന്റെ കണ്ണ് ചേരെ കഴുകിക്കളയുവാൻ പറഞ്ഞപ്പോൾ അവനനുസരിച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ കാഴ്ച പ്രാപിച്ചവനായി മടങ്ങി വരുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, നീ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഹല്ലേലൂയ നീ ദൈവത്തോട് ചോദിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും, നീ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഈ കുരുടനായ മനുഷ്യൻ കർത്താവിന്റെ വാക്കനുസരിച്ച് ആ ശിലോഹോം കുളത്തിൽ പോയി അവൻ കണ്ണ് കഴുകിക്കളഞ്ഞ് കാഴ്ച കണ്ട് തിരിച്ചു കിട്ടിയവനായി മടങ്ങി വന്നെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും അല്പസമയം എടുത്താലും ഓരോ വിഷയത്തിന്മേലും നീ വിടുതൽ പ്രാപിച്ചവളായി മടങ്ങി വരുവാനിടയാകും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവന്റെ കര നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം,
ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന്റെ ഹാലേലുയ 20-ാം അധ്യായത്തിൽ നമുക്കറിയാം, അബ്രഹാം ഹാലേലുയ ഒരു രാജ്യത്തേക്ക് കടന്നു പോയപ്പോൾ അബ്രഹാം അവിടെ നിൽക്കാൻ വേണ്ടി ചെറിയൊരു കള്ളം പറയേണ്ടതായിട്ട് വന്നു. എന്താണ്? അവന്റെ സ്വന്തം ഭാര്യയായ സാറ അവന്റെ പെങ്ങളാണെന്ന് പറയുവാൻ തക്കവിടെ ഇടയായിത്തീർന്നു. സ്തോത്രം. അത് അവിടുത്തെ രാജാവ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹാലേലൂയ ഒരു സുപ്രഭാതത്തിൽ വന്ന് അബ്രഹാമിന്റെ ഭാര്യയായ സാറയെ പിടിച്ചു കൊണ്ടുപോകുവാൻ തക്കവിടെ ഇടയായിത്തീർന്നു. ഹാലേലൂയ. അബ്രഹാം വളരെ അങ്കലാപ്പിലായി. കാരണം അബ്രഹാം നിൽക്കുവാൻ വേണ്ടി ഒരു ചെറിയൊരു കള്ളം പറഞ്ഞതാണ്. പക്ഷേ അത് അവന്റെ ജീവിതത്തിൽ കെണിയായി തീരുമെന്ന് ഒരിക്കലും അബ്രഹാം വിചാരിച്ചില്ല. 20-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ. എന്നാൽ ഈ വിവരം അറിഞ്ഞ രാജാവ് ഹാലേലൂയ ഈ സാറയെ വന്ന് കൊണ്ടുപോകുവാൻ തക്കവിടെ ഇടയായി. പക്ഷേ ഹാലേലൂയ ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 20-ാം അധ്യായം ഹാലേലൂയ 3-ാം വാക്യത്തിൽ നിങ്ങൾ പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്നു. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷന്റെ ഭാര്യയെന്ന് അരുളി ചെയ്തു. ഹാലേലൂയ. നമ്മുടെ ദൈവമക്കളെ, നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. നമുക്ക് വേണ്ടി പരിധിയായി നിൽക്കുന്ന ദൈവമാണ്. അബ്രഹാം നിൽക്കുവാൻ വേണ്ടി ആ ദേശത്ത് അവനെ പിടിക്കരുത്, അല്ല അവനെ നശിപ്പിക്കുന്നുള്ള ആഗ്രഹത്തോടെ ചെറിയൊരു കള്ളം അവനോട് പറയേണ്ടതായിട്ട് വന്നു. പക്ഷെ പിന്നത്തേതിൽ അത് കള്ളമല്ല എന്ന് അവനെ സമർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, അവന്റെ കള്ളത്തെ ദൈവം അതിനെ പാപമായി കണക്കിടാതെ, തെറ്റായി ഓർക്കാതെ അവന് വേണ്ടി ഇടിവിലിരിക്കുന്ന ഒരു ദൈവം, അവന് വേണ്ടി പരിചയമാകുന്ന ഒരു ദൈവം. നമ്മുടെ ദൈവത്തിന് വിശ്വസ്ത. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? അബ്രഹാം മനമുരുകി ഒരുപക്ഷെ ആ വീട്ടകത്തിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവൻ രാജാവിന്റെ അടുക്കിലേക്ക് സ്വപ്നത്തിൽ ഇറങ്ങിച്ചെന്ന് അവനോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ ദൈവങ്ങളെ ഹാലേലൂയ, നിങ്ങൾ ഏത് വിഷയത്തിന്റെ നടുവിലായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിൽ അവൻ പൂർണ്ണമായി ആശ്രയിച്ചാൽ മാത്രം മതി. അവനിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ മാത്രം മതി. അങ്ങനെ പോയാൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നോക്കിയേ, അബ്രഹാം അന്ന് എനിക്ക് തോന്നുന്ന ദിവസം മുഴുവൻ ഹാലിയ മുട്ടുകുത്തി പ്രാർത്ഥനയിലായിരിക്കാം. പക്ഷെ അബ്രഹാമിനോട് ദൈവം ഒന്നും സംസാരിച്ചില്ല. അബ്രഹാമിനോട് എപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ അബ്രഹാമിന്റെ അടുക്കലൊക്കെ ദൈവം ഇറങ്ങി ഒന്ന് സംസാരിക്കുന്നത്. പക്ഷേ അന്ന് ആ ഭാഗം വായിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം ഇറങ്ങി വന്ന് ഒന്നും സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല. ആമേൻ. പക്ഷേ അബ്രഹാം ദൈവസന്നിധി ഞാൻ വിചാരിക്കുന്നു മുട്ടുകുത്തി, എന്റെ ദൈവമേ നീ എവിടെയെന്ന് പറഞ്ഞ് നിലവിളിക്കുകയായിരിക്കും ഒരുപക്ഷെ അവൻ ചെയ്തത്. പക്ഷേ മറുഭാഗത്ത് അവൻ അറിയാതിരിക്കെ അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കാൻ വ്യക്തികൾ വിഷയമല്ല. രാജാവാണോ ഏത് വ്യക്തിയാണോ കർത്താവിന് വിഷയമല്ല. കർത്താവിന് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംസാരിക്കണമെന്ന്, നമുക്ക് വേണ്ടി പരിധിയായി നിൽക്കണമെന്ന് നമ്മുടെ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ രാത്രി എന്നല്ല, പകലെന്നല്ല, ഏത് സമയത്തും നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് സംസാരിക്കും. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, അബ്രഹാമിനെയും അബ്രഹാമിന്റെ ഭാര്യയായ സാറയെയും രക്ഷിക്കേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന സ്വപ്നത്തിൽ അബീമേലെക്ക് എന്ന രാജാവിനോട് സംസാരിക്കുവാൻ ഇടയായി. ഇന്ന് രാത്രി ഈ സമയം നിങ്ങൾ പൂർണ്ണമായി കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവജനമേ, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവം. ഇതിനകത്തിരിക്കുന്ന നിന്റെ ശരീരം ഒരുപക്ഷെ ബലഹീനമായിരിക്കാം, നിന്റെ മനസ്സ് ഒരുപക്ഷെ ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം. നീ ചുറ്റുപാടുകൾ നിന്റെ അവസ്ഥകൾ എന്തായിത്തീരുമെന്ന് ഓർത്ത് നീ ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുകയായിരിക്കാം. എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ, അബ്രഹാമിന് വേണ്ടി ദൈവം സ്വപ്നത്തിൽ ഇറങ്ങി വന്ന് ഒരു അബീമേലെക്കിനോട് സംസാരിച്ച് ആ കുടുംബത്തെ വിടുവിച്ച് ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, എനിക്കും നിനക്കും വേണ്ടി പരിധിയായി നിന്നുകൊണ്ട് സംസാരിച്ച് നമ്മെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ് ഹല്ലേലൂയ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഈ കർത്താവിന്റെ വചനം നമുക്ക് പൂർണ്ണതയോടെ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമെന്റെ സമയം എത്തിയിരുന്നല്ലോ. ഹാലേലൂയ. നിങ്ങൾ കൊരിന്ത്യർ ലേഖനത്തിലൂടെ ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ ദൈവത്തിൽ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം വാക്യം നമുക്കറിയാം. ഹാലേലൂയ. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഹാലേലൂയ, സ്തോത്രം, ഞങ്ങൾക്ക് ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതേ, ഞങ്ങളിലല്ല, മനുഷ്യരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു.
ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും. കർത്താവിന് കൈവർക്ക് ഒരു സ്വന്തം ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ. അവൻ ഞങ്ങളോട് ദൈവവനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അവന്റെ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമുക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന്റെ വളവറ്റ വലിപ്പത്തിന്റെ ശക്തിയുടെ വ്യാപാരം നമ്മുടെ മേൽ പകർന്നു തരുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുമ്പോൾ, അത് നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, ക്രൂരനായ മനുഷ്യന്റെ സമൂഹത്തിന്റെ മധ്യത്തിൽ ആ കുടുംബത്തെ അപമാനിക്കുവാൻ, മുന്നിലാക്കി തീർക്കുവാൻ സമൂഹം ശ്രമിച്ചപ്പോൾ സ്വർഗം അവരോടുകൂടെ അവനെ തള്ളിക്കളയാതെ കർത്താവിന്റെ മാറോട് ചേർത്തടച്ച് അവന് സൗഖ്യം കൊടുക്കുവാൻ തക്കവണ്ണമടിയായി തീർന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ കള്ളം പറയുന്ന മുഖാന്തരം വലിയ അർത്ഥത്തിലേക്ക് അവൻ കടന്നു പോകേണ്ടി വന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്ന് സ്വപ്നത്തിനോട് സംസാരിച്ച് അവനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇവിടെ തന്നെ ഭക്തന്മാരായ പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ മരിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് അവിടെ പറയുന്നു, ഞങ്ങളിൽ അല്ല, സ്തോത്രം, പ്രൈസ്. കാരണം അവിടെ ആ ശക്തിയും ബലമെല്ലാം അവിടെ നഷ്ടപ്പെട്ടു പോയി. അവര് പറയുകയാണ്, ആമേൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. മരിക്കുമെന്നുള്ള ഉള്ളിൽ ഒരു ഭയമുണ്ടായി, എങ്കിലും അതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന കർത്താവിനെ അവർ പൂർണ്ണമായി ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? അവർ പറയുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും അവൻ ഞങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്തം ഞാൻ നിങ്ങൾക്ക് നൽകി തരട്ടെ ദൈവമക്കളെ, ദൈവജനമേ. ഹല്ലേലൂയ. അത്ര വലിയ ഭയങ്കരമായ മരണകരമായ അനുഭവത്തിൽ നിന്ന് തന്റെ ഭക്തന്മാരെ വിടുവിച്ചെടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, ഇതിനകത്തിരിക്കുന്ന ഹല്ലേലൂയ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രൈസ് ദി ലോർഡ്, ഈ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് നമ്മുടെ നിറം പ്രശ്നമല്ല, നമ്മുടെ കളർ പ്രശ്നമല്ല, നമ്മുടെ ഡ്രസ്സ് പ്രശ്നമല്ല, നമ്മുടെ ശരീരം പ്രശ്നമല്ല ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം പ്രവർത്തി അവനെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അത് നീ അമേരിക്കയിൽ ഇരുന്നാണെങ്കിലും, കേരളത്തിൽ ഇരുന്നാണെങ്കിലും, UAE ഇരുന്നാണെങ്കിലും, ഖത്തറിൽ ഇരുന്നാണെങ്കിലും, ഏത് ദേശത്തിരുന്നാണെങ്കിലും, എവിടെ ഇരുന്നാണെങ്കിലും, നമ്മുടെ ദൈവത്തിന് ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവൻ നമുക്ക് പരിചയമായി നിൽക്കുവാൻ ഇടയായി. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മ വ്യാപരിക്കണമെങ്കിൽ അവന്റെ ശക്തിയിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കണം. അവന്റെ ലാവണ്യ വാക്കുകളിൽ നമ്മൾ ശ്രദ്ധ വെക്കണം. അവനിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. നമുക്കറിയാം, കുരുടനായ മനുഷ്യനെ ആ സമൂഹത്തിന്റെ നടുവിൽ അവനെ ലജ്ജിപ്പിക്കുവാനും അവന്റെ കുടുംബത്തെ അപമാനിക്കുവാൻ നോക്കിയപ്പോൾ ദൈവം അവനെ കൈവിടാതെ അവരുടെ ചിന്തയ്ക്കപ്പുറമായി ആ കുരുടന് കാഴ്ച കൊടുക്കുവാൻ ദൈവം ഇടയാക്കിയിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദൈവം അവന് വേണ്ടി പരിധിയായി നിന്നുകൊണ്ട് അബീമേലെക്കിനോട് സംസാരിച്ച് ഹല്ലേലൂയ, ഒരു വലിയ വിടുതലും നന്മയും ആ അധ്യായം നിങ്ങൾക്ക് വായിക്കുമ്പോൾ ദൈവം നൽകി കൊടുക്കുവാൻ ഇടയായിത്തീരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങൾ മരിക്കും, ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് നിർണയിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. എങ്കിലും ഞങ്ങളെ വിടുവിപ്പാൻ കഴിവുള്ള, മരണത്തിൽ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ ആശ്രയിച്ചു. ആ ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഇനിയും വിടുവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇതിനകത്ത് കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെയും വിടുവിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവം, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളെ കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി വിടുതലാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, കഴിഞ്ഞ നാളുകൾ ഞങ്ങളെ വിടുവിച്ചു, ഇനിയും വിടുവിപ്പാൻ ഞങ്ങളുടെ ദൈവം ശക്തനാണ്. ആ ദൈവത്തെ ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ഈ വചനം ദൂതകൾ വിടുതലായ ദിവസങ്ങൾ വെളിപ്പെട്ട് സാക്ഷ്യങ്ങൾ പുറത്തു വരുവാൻ തക്കവണ്ണമിടയായി കർത്താവേ. പ്രാർത്ഥന ഇവിടെ കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിനെ ആമേൻ. സ്തോത്രം. ഇത്രത്തോളം സമയം അനുവദിച്ച ദൈവദാസനും പ്രിയ ആന്റിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലും നമ്മളെ കൈവിടാത്തവനായ ഒരു ദൈവം, പ്രതിസന്ധികളുടെ മധ്യത്തിലൊക്കെ നമ്മൾ ആയിത്തീരുമ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ കർത്താവ് ആ പ്രതിസന്ധികളുടെ മധ്യത്തിലുണ്ട്. നമുക്കറിയാം, അബ്രഹാം കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, അബ്രഹാം ഒരു ചെറിയ മണ്ടതരം കാണിച്ചു ആ പ്രതിസന്ധിയുടെ മധ്യത്തിലായെങ്കിൽ തന്നെ
ദൈവം അതിൽ നിന്ന് അബ്രഹാമിനെ രക്ഷിച്ചു. അതുപോലെ നാം പ്രതിസന്ധിയുടെ മധ്യത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ വിശ്വാസമുള്ളവരാണെങ്കിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. വിശ്വസിക്കുന്നവരാൽ എല്ലാം കഴിയും. കർത്താവിന്റെ ദാസന് വളരെ ശക്തമായി ആ കാര്യങ്ങൾ പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, ആ ശീലോഹാം കുളത്തില് പോയി കഴുകുക എന്ന മനുഷ്യനോട് പറഞ്ഞപ്പോൾ എത്രമാത്രം വിശ്വാസം അവന് വേണം. നമുക്കറിയാം, നയമാനോട് പറഞ്ഞപ്പോൾ നയമാൻ പറഞ്ഞു, എന്തിനാണ് ഞാൻ അവിടെ പോകുന്നത്? ആ കുളത്തിൽ തന്നെ, ആ യോർദാൻ നദിയിൽ, അലക്കവെള്ളമുള്ള യോർദാൻ നദിയിൽ എന്തിനാണ് ഞാൻ പോകുന്നത്? ഇതിനേക്കാളും മനോഹരമായ സ്ഥലങ്ങളൊക്കെ എന്റെ സ്ഥലത്തുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ മനുഷ്യനാകട്ടെ ചേറുണ്ടാക്കി, നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടിയപ്പോൾ അവനതെല്ലാം സഹിച്ച്. നമ്മളാണെങ്കിൽ നിലത്ത് ഒരാൾ തുപ്പി ചേറുണ്ടാക്കി നമ്മുടെ കണ്ണിലൊക്കെ വെക്കാൻ തുടങ്ങിയാൽ നമ്മൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ മനുഷ്യൻ വിശ്വാസത്തോടുകൂടെ, എന്താണെങ്കിലും എനിക്ക് കാഴ്ച ലഭിക്കാൻ പോകുകയാണെന്നുള്ള വിശ്വാസത്തോടുകൂടെ അവിടെ നിന്ന് ശീലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അവനെ സംബന്ധിച്ച്. അവന് എങ്ങനെയോ അവിടെ പോയി. അതുകൊണ്ട് പ്രിയമുള്ളവര്, ഏത് സാഹചര്യത്തിൽ നാം ആണെങ്കിലും നാം വിശ്വാസമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അവിശ്വാസികളായി തീരാതെ ആഴമായിട്ടുള്ള വിശ്വാസമുള്ളവരായി പ്രതികൂലങ്ങളെ അല്ല കാണുന്ന, പ്രതികൂലങ്ങൾക്ക് അതീതമായിട്ട് ആ ദൈവത്തിന്റെ മുഖം കാണുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ വിടുതൽ കാണുന്നതിന് വേണ്ടി നമുക്ക് ഇടയാകട്ടെ. അതിനുവേണ്ടി ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസൻ വളരെ ശക്തിയോടുകൂടെ തിരുവനന്തപുരം സംസാരിച്ചല്ലോ. അവിടെ അലയിലായിരിക്കുന്ന ആ സ്ഥലത്ത് കർത്താവിന്റെ പേരിൽ ധാരാളമായി വർദ്ധിച്ചു വരുന്നതിന് കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം ആയിരുന്നതിൽ വളരെ സന്തോഷം. ഷിക്കാഗോ പ്രേരണയുടെ പേരിലുള്ള സ്നേഹം